still don't understand just how your love can do what no one else can. Got me looking so crazy right now. Your love's got me looking so crazy right now. Got me looking so crazy right now. Your touch got me looking so crazy. ദൈവമേ, ഇങ്ങേരോ എന്തിനിങ്ങനെ ഇവിടെ വന്നത്? ഇതെങ്ങാനീ അറിഞ്ഞ എന്താടി ഇങ്ങനെ ഇരിക്കുന്നത്? നിനക്കെന്ത് പറ്റി? എടി സ്നേഹ. ഹാ മീനു, നീ എന്താണ് ചോദിച്ചേ? ആ, നമ്മളിത് ആരോടെ ചോദിക്കുന്നത്? ഇവളോടോ? ഇവള് സാറിനെ കണ്ട വഴി സ്വപ്ന ലോകത്തേക്ക് പോയി തോന്നുന്നു. എൻ്റെ പൊന്ന് സ്നേഹ, ഞാൻ നിന്നോട് ചോദിച്ചേ, നിനക്ക് എന്താ പറ്റിയേ? നീ എന്താ ആലോചിക്കുന്നേ? ഹേ, ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ചിന്തിച്ചെന്നതാ. ഒന്നുമില്ല. ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് എവരി വൺ. എൻ്റെ പേര് സ്റ്റീവ് അഗസ്റ്റിൻ. എന്തായാലും ഞാനാണ് നിങ്ങളുടെ ന്യൂ ലെക്ചർ, ഐ മീൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചറും ഞാനാണ്. അപ്പോൾ നമുക്കെന്തെങ്കിലും ഇന്ന് ക്ലാസ് ഞാൻ എടുക്കുന്നില്ല, നമുക്ക് പരിചയപ്പെട്ടല്ലോ പരസ്പരം കൊണ്ട്. എന്നെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളെ പറ്റി പറ, ഓരോരുത്തരെയും വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഗുഡ് മോർണിംഗ് സർ, എൻ്റെ പേര് മീര ശിവാനന്ദൻ. ഹായ് സർ, എൻ്റെ പേര് ജെനി ഫിലിപ്പ്. ഓക്കെ, മീര ജെനി. അല്ല സർ, സാർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്താ മീര? അതാ, നിങ്ങളുടെ അടുത്തേക്ക് കുട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. ആ കുട്ടി അടുത്ത് വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എടി സ്നേഹ, നിന്നെ പറയുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്. സാറല്ലേ, എഴുന്നേറ്റിക്കടി. ഞാൻ ചെയ്യാം. My name is Sneha Thomas. Okay, Sneha. Page me right now, you kiss got me hoping you save me right now. Looking so crazy, your love's got me looking so crazy, your love. ഈ ചൈമാര് എന്നെ നോക്കിന്ന് മുഷിഞ്ഞോ? I think I know she like it 'cause you ഡാഡി ചൈമർ, മുഖത്തൊരു ഗൗരവം. എന്തേ ഞാൻ വന്നതങ്ങ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. മിച്ചു, നീ എന്നോട് പറ, എന്തു നിന്റെ വരവിൻ്റെ ഉദ്ദേശം? അല്ല, എനിക്കൊന്നും മനസ്സിലല്ല. ഇച്ചാമരെന്തീ പറയുന്നേ? എന്തുദ്ദേശം? നീ ഞങ്ങളോട് കള്ളം പറയുക. നീ സത്യം പറ. എന്താ മിച്ചു, നീ ഒന്നും കാണാതെ ഇവിടെ വരില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്താ കാര്യം? ആ കാര്യം ഞാൻ പറഞ്ഞാൽ മതിയോ ഇച്ചായന്മാരെ? ജെറി, നീയും ഉണ്ടായിരുന്നോ? അല്ല, രണ്ടിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താ? എന്തുദ്ദേശം? ഒരു ഉദ്ദേശമല്ല എൻ്റെ ഈ ചായമാരെ വെറുതെ ഈ പോലീസുകാരെ പോലെ ചോദിച്ചുകൊണ്ട് നിൽക്കാണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാം. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. അതും പറഞ്ഞ് രണ്ടുപേരും ഒഴിവാൻ നിൽക്കണ്ട. സത്യം പറ, എന്താ രണ്ടിൻ്റെ വരവിൻ്റെ ഉദ്ദേശം? മിച്ചു, അവനിവിടെ വന്നിട്ടുണ്ടോ? അല്ലാതെ നീ ഇവിടെ കാലൂത്തല്ലോ. എൻ്റെ പൊന്നി ചായമാരെ, ഇങ്ങനെ ചോദ്യം ചോദിക്കാതെ. എങ്കിൽ ശരി, നിങ്ങളെന്തായാലും ഞങ്ങൾ പറയാണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോയില്ലെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ പറയാം, അതെ, അവനിവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മിച്ചയുടെ കാല് കുത്തിയത്. അവനൊരിക്കലും അവനുദ്ദേശിച്ച കാര്യം നടക്കാനും പോകുന്നില്ല.
ഞങ്ങൾക്കത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇത്ര നേരം നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരുന്നത്. എന്തിനാ മിച്ചു നീ അവനോട് ഇത്ര ദേഷ്യം കാണിക്കുന്നേ? ഇച്ചാൻ്റെ പറച്ചിലേടെ തോന്നും ഞാനെങ്ങാണ്ട് അവനോട് ദേഷ്യപ്പെട്ട പോലെ ഉണ്ടല്ലോ. അവനല്ല ആദ്യം കൂടെ എന്നോട് ദേഷ്യപ്പെട്ടത്. മിണ്ടാതെ നിന്നതല്ലേ ഞാൻ. എന്നോട് കാണുന്ന കാണിക്കണേന് തിരിച്ച് എന്തെങ്കിലും കൊടുക്കണ്ടേ ഇച്ചായ ഞാൻ. പിന്നെ ഇച്ചാൻ്റെ ഈ സോക്കൊന്നത് എനിക്ക് എന്തിനാന്ന് മനസ്സിലായി. അളിയനായതുകൊണ്ടല്ലേ. അളിയനെ അധികം കാലം അങ്ങ് സംരക്ഷിക്കാൻ നോക്കണ്ട. അവനെ എനിക്ക് വേണം. അവൻ എന്നോട് ചെയ്തതിനൊക്കെ എണ്ണി ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. മിച്ചു, ഞങ്ങൾക്കറിയാം അവൻ ചെയ്ത് തെറ്റ് തന്നെയാ. എന്ന് വെച്ച് എടാ നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. സാർ ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാടാ? നിങ്ങൾ കാരണം അവർ രണ്ടുപേരും എന്തോരം വിഷമിക്കണമെന്നറിയാമോ? നിങ്ങൾ അവരെ പറ്റിയെങ്കിലും ചിന്തിക്കേ. ഞാൻ അവർക്ക് കഴിഞ്ഞിട്ടാണോ? ഞാൻ ഇവർ രണ്ടുപേരും ഓർത്തിട്ട് തന്നെയാണ് മിണ്ടാതെ ഇത്ര നാളും കഴിച്ചു കൂടിയത്. എന്നിട്ട് അവനങ്ങനെയാണോ? അവൻ എന്നോട് എന്തിനെങ്ങനെ കാണിക്കുന്നേ? അപ്പൊ തിരിച്ചെന്തെങ്കിലും ഞാൻ കൊടുക്കണ്ടേ? എടാ മിച്ചു, അതല്ല. ഇച്ചാൻ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ഓർമ്മിച്ചിട്ട് തന്നെയാ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി എന്നെ ആരും തടുക്കാൻ നിൽക്കണ്ട. ഇച്ചയ നമ്മളിനി എന്ത് ചെയ്യും? അവനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച എന്ത് ചെയ്യാൻ? എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. വാ നമുക്കും പോ. എടി ചേച്ചി, ഞാൻ വന്നു. മിച്ചു, നീ എന്റെ പൂച്ചക്കുഞ്ഞ് കരയുമോ? മോശമായി പോയിട്ടത്. പോടാ അവിടെ, കളിയാക്കാതെ. എന്തെല്ലാം കഴിച്ചായിരുന്നു നീ? എനിക്കറിയാം നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന്. വാ, ഞാനെന്തെങ്കിലും എടുത്തു വയ്ക്കാം. അതാണ് എന്റെ പൂച്ചക്കുഞ്ഞ്. എനിക്ക് വിശപ്പെട്ടെങ്കിൽ അതപ്പം തന്നെ മനസ്സിലാക്കും. പിന്നെ സാറമ്മോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? മതിയടാ, മതി. വാ, വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. ചേച്ചിമാരെ, എന്നെ അങ്ങ് മറന്നോ അനിയനെ കിട്ടിയപ്പോഴത്തേക്കും? നീ ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ? എങ്കിൽ വാ, രണ്ടുപേരും വാ, വല്ലതും കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അത് ശരി, എനിക്ക് നല്ല വിശപ്പുണ്ട്. വേഗം എടുത്തു വയ്ക്കുക ചേച്ചി. ഈ ചൈമെന്ന് തോന്നുന്നു. തടിക്ക് പോണോ? അതോ പോണോ വേണ്ടിയോ? അയ്യോ, പോയി കഴിഞ്ഞാൽ വിചാരിക്കില്ലേ ഞാൻ കള്ളം പറഞ്ഞേക്കാന്ന്? അല്ല, പോവാതിരുന്നാലും എന്താ ചെയ്യാ? എന്തായാലും പോകാം, താഴേക്ക്. ഹലോ, എന്തായാലും നിൽക്കുക. അല്ല, ഇന്നെന്തായാലും നീ ക്ലാസ്സിൽ പോയിരുന്നേ? അത് ഇച്ചയ ഒന്നല്ല, ചെറിയൊരു വയറുവേദന. വയറുവേദനയോ? ഞാൻ നോക്കട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ താരിക, നമുക്ക് വല്ലതും കഴിക്കാം. ആ ഇച്ചയ, ഞാൻ വരിക. ഇച്ചയ നടന്നോ? ഇപ്പെന്നോട് നടന്നേ ചേരൻ്റെ. അയ്യോ, എനിക്ക് ബ്രഷ് വെച്ചില്ല. ഇരുന്നാലും സ്നേഹം വിളിച്ച് പറയാം. ഓ എൻ്റെ പൊന്ന സ്നേഹ, ഒന്ന് എടുക്ക്. എനിക്കാർക്കോട്ട് ബ്രഷ് അടിക്കാൻ വയ്യ. ഇവളെന്തായിരിക്കും ഫോൺ എടുക്കാത്ത? ഓ, അവൾ ക്ലാസ്സിലൊന്നും കാര്യം മറന്നുപോയി. ഇത് പൊട്ടിയ ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ അവളെങ്ങനെ ഫോൺ എടുക്കാനാ? എന്തായാലും ഈവനിങ് വിളിക്കാം. അത് പറഞ്ഞുകൊണ്ട് ഇച്ച താഴേക്ക് ചെല്ലുന്നു. അതെ, അവര് വന്നല്ലോ. ദേ സ്നേഹ, ഞങ്ങളിവിടെ. സ്നേഹ, അവര് അവിടെ ഇരിക്കുന്നു. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ കഴിക്കാൻ തുടങ്ങിയോ? ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ഓ എൻ്റെ പൊന്നു ജെനി, നീ കിടന്നങ്ങ് തുള്ളണ്ട. ഇത് നിങ്ങൾക്ക് 3 പേർ കൂടി ഓർഡർ ചെയ്തത് തന്നെയാ. വാ, വന്നിരുന്ന് കഴിക്കും. അല്ല സ്നേഹ, നിനക്കെന്താ ചേച്ചി? നിന്റെ മുഖമൊക്കെ എന്താ വല്ലാണ്ടിരിക്കുന്നത്? എന്താ വെച്ചിടാ? ഓ എൻ്റെ പൊന്നു ഫിലിപ്പെ, ഒന്നും പറയണ്ട. ആ സാറിനെ കണ്ടപ്പോൾ തുടങ്ങിയതാ അവളുടെ മോന്ത ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ചിട്ടാണ് നിങ്ങളൊന്നും പറയുന്നില്ല. എൻ്റെ പൊന്നാദമേ ഫിലിപ്പെ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചോദിക്കുക അവൾക്ക് എന്താ പറ്റിയെന്ന്. അതന്നെ, ഞാനും വന്നപ്പോൾ തന്നെ ശ്രദ്ധിക്കായിരുന്നു. എന്ത് വെച്ചിടാ? എന്താടോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ആ സാർ എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്തോ? അങ്ങനെയൊന്നും ചെയ്തില്ല ആദം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അങ്ങനെ പറഞ്ഞ് നീ ഒഴിവാ നിൽക്കണ്ട. നിന്റെ മോന്ത കണ്ടാൽ തന്നെ അറിയാം. പറ,
എന്താ സ്നേഹ പറ്റിയത്? അത് ഫിലിപ്പ് ഹായ് ഗൈസ്, ഹായ് സ്നേഹ. ഓ ഇയാൾ എവിടെയും വന്നു. ദൈവമേ, ഇനി എന്ത് പുകയിൽ തന്നെയാണാവോ. ഓ സോറി ഗൈസ്, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ഫുഡ് കഴിക്കുമായിരുന്നല്ലേ? ഓഹോ, അതിന് ഞാൻ സ്നേഹനൊന്ന് കൊണ്ടുപോകണേ. എനിക്ക് അത്യാവശ്യം കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളെന്തായാലും ഫുഡ് കഴിച്ചോ, ഞാൻ അവളെ വിട്ടേക്കാം. അപ്പോൾ സ്നേഹ ഒന്ന് എൻ്റെ കൂടെ വാ. ഓ എന്ത് കുന്തത്തിനാണോ എന്നെ വിളിച്ചോണ്ട് പോകുന്നത്. ഇനി പോവാതിരുന്ന വേറെ എന്തെങ്കിലും നടക്കും. പോയേക്കാം. എന്നാ ഞാനെന്നാ പോയിട്ട് വരാം. ആ സാർ എന്തിനായിരിക്കും സ്നേഹനെ വിളിച്ചോണ്ട് പോയിണ്ടാവോ? എന്തോ ഉണ്ടല്ലോ. സ്നേഹ, യാ കമ്മിങ്. അല്ല സാറെന്തിനാ എന്നെ വിളിപ്പിച്ചേ? എന്ത് കാര്യം ചോദിക്കാനാ? അതെന്നെ സ്നേഹ ബേബി, എനിക്ക് ബേബി വിളിച്ചോളേ. പിന്നെ ഈ കോളേജിലുള്ള മറ്റുള്ളവരെക്കാൾ കൂടുതൽ എന്നെ അറിയാവുന്നത് നിനക്കല്ലേ? അപ്പൊ പിന്നെ ഞാൻ നിന്നല്ലാതെ വേറെ ആരെയും വിളിക്കണ്ടേ? ജെ തനിക്ക് എന്താ വേണ്ടേ? താൻ കാരണം അന്ന് ഞങ്ങൾ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി വന്നത്. ഇപ്പൊ ഇവിടെ ഞങ്ങൾക്ക് സമാധാനം തരില്ല എന്ന് വെച്ചാ? അരേ വാ, ഇപ്പോഴെൻ്റെ സ്നേഹ ബേബി പഴയ സ്നേഹയത്. ഇതെനിക്ക് വേണ്ടേ, ഈ സ്പിരിറ്റ് എനിക്ക് വേണ്ടേ. അതല്ല ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം. എന്തിനാ സാറോടെ വന്നത്? ചേക്കെ എന്തിനാ ഞങ്ങളിങ്ങനെ ഇറിറ്റേറ്റ് ആക്കുന്നേ? അതെന്ത് ചോദ്യം എൻ്റെ സ്നേഹ ബേബി. ഞാൻ ഇവിടെ അല്ലാതെ പിന്നെ വേറെ എവിടേക്ക് പോകണ്ടേ? നിനക്കറിയാവുന്നതല്ലേ ഞാൻ എന്തിനാ വരുന്നതെന്ന്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നേ, എവിടെ എൻ്റെ ബേബി ഗേൾ? സർ പ്ലീസ്, സാർ അവളെ ഒന്ന് വെറുതെ വിട്ടൂടെ? അവളത് പറഞ്ഞപ്പോൾ തന്നെ ജെക്ക് പതുക്കെ നടന്ന് അവളുടെ അടുത്തേക്ക് നിന്നു. അവളുടെ അടുത്ത് നിന്ന് അവളെ വേസ്റ്റ് മേടിച്ച് അവളെ തന്നോടെ അടുത്ത് ചേർക്കുന്നു. എന്ത് ചോദ്യ സ്നേഹ ഇത്? നിനക്കറിയാവുന്നതല്ലേ അവളെ എനിക്ക് എത്ര വേണ്ടപ്പെട്ടതെന്ന്. പിന്നെ ഞാൻ അവളെ എങ്ങനെ പുറത്തിടാനാ? But I still don't understand just how your love can do what no one else. എന്തായാലും ഞാൻ വന്ന കാര്യം അവൾ അറിഞ്ഞിട്ടില്ല. സ്നേഹ അത് പറയാൻ വേണ്ട കേട്ടോ. സാർ എന്നെ കാണിക്കുന്നേ? വീട് എനിക്ക് പോണം. പൊക്കോ, ഈ കാര്യം കൂടി കേട്ടിട്ട്. ഞാൻ വന്ന കാര്യം സ്നേഹ അവളോട് പറയണ്ട, അവൾ അറിയേ വേണ്ട. ഇനി അത് സ്നേഹ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ പിന്നെ എൻ്റെ സ്വഭാവം സ്നേഹിക്കറിയാലോ. ഭയത്തിൽ സ്നേഹ അവനെ തള്ളി മാറ്റുന്നു. ഓടാൻ ശ്രമിച്ച സ്നേഹയുടെ കൈമ പിടിച്ചു നിർത്തി വീണ്ടും അവനൊരു കാര്യം പറയുന്നു. നിൽക്ക, ഒരു കാര്യം കൂടി. നാളെ അവൾ വരുമ്പോൾ എൻ്റെ ഈ ക്യാബിലേക്ക് വരാൻ പറയണം. അപ്പോൾ നാളെ കാണാം. ബൈ സ്നേഹ. സ്നേഹ അവിടുന്ന് ജീവനും കൊണ്ട് ഓടിപ്പോകുന്നു. Got me looking so crazy right now. നീ ഇവിടെ ഉണ്ടായിരുന്നു? നീ എന്താ ക്യാൻറ്റീനിലേക്ക് വരാത്തുന്നേ? നേരം ഇങ്ങോട്ട് പോന്നോ? എൻ്റെ പൊന്നു മീനു, നീ ഇതാരോടാ ചോദിക്കുന്നേ? ഇവളോടോ? ഇവളേതോ സ്വപ്ന ലോകത്താ. എടി സ്നേഹ. എന്താടാ എന്താണ് വിളിച്ച്? എന്താ കാര്യം? എടാ സ്നേഹ, നിനക്ക് തെറ്റി? നിന്റെ മുഖം എങ്ങനെ സ്നേഹ? എടാ എന്താടാ? എടി ഒന്നുമില്ല, എനിക്ക് ചെറിയൊരു തലവേദന പോലെ. ഞാൻ വീട്ടിലോട്ട് പോവാം. അതും പറഞ്ഞുകൊണ്ട് സ്നേഹ അവിടുന്ന് ബാഗ് എടുത്തോണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. സ്നേഹ എടാ നിക്കടാ, ഞങ്ങളുണ്ട്. എടാ നിക്ക് സ്നേഹ. അല്ല ജെനി, നീ ഇതെങ്ങോട്ട് ഓടുന്നേ? അല്ല നിങ്ങൾ ആരുടെ പിന്നല്ല ഓടുന്നേ? അത് വിഷ്ണു. സ്നേഹയുടെ പിന്നാലെ ഓടുന്നേ. അവള് വല്ലാതെ പേടിച്ചിട്ടുണ്ട്. എന്തോ പറ്റിയിട്ടുണ്ടോ അവൾക്ക്? പേടിച്ചെന്നോ? അവളിങ്ങോട്ട് പോയേ? നിങ്ങളൊന്നും ചോദിച്ചില്ലേ അവളോട്? ഞങ്ങൾ ചോദിച്ചതാ, അവളൊന്നും പറഞ്ഞില്ല. വല്ലാതെ അവള് ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് നല്ല പേടിയുണ്ടായിരുന്നു. എനിക്കെന്തോ പേടിയാവുന്നു ഫിലിപ്പ്. അല്ല അതിനും മാത്രം അവൾക്ക് സംഭവിക്കാൻ ഇവിടെ എന്തുണ്ടായേ? നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടായിരുന്നു? ഏയ്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. എൻ്റെ സംശയം, നേരത്തെ അവളെ സാർ ക്യാബിലേക്ക് കൊണ്ടുപോയിണ്ടായില്ലേ, അതിനുശേഷം അവളിങ്ങനെ പെരുമാറിയത്. അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? എനിക്കെന്തോ പേടിയാവുന്നു ഫിലിപ്പ്. കൃഷ്ണ, എനിക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യും. ഞാൻ ആദത്തിനെയും ഹരിയും വിളിച്ചിട്ട് വരാം. എന്താടാ നാലെണ്ണം കൂടി ഇവിടെ ഒരു ചുറ്റിക്കളി? എന്താ? അല്ല എന്താടാ? എടാ നിങ്ങൾ മൊത്തം എന്താ ഒരു ടെൻഷൻ പോലെ? എടാ അത് വേറൊന്നല്ല, സ്നേഹം ഭയങ്കര
ടെൻഷനായിട്ട് പേടിയോടെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു. അല്ല, അവൾക്ക് എന്ത് പറ്റി അതിന് മാത്രം പേടിക്കാനായിട്ട്? എന്താ പ്രശ്നമുണ്ടായി ഇവിടെ? അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ജെനിയും മീനും അവരോട് പറയുന്നു. അല്ല, നിങ്ങൾക്ക് ഉറപ്പാണോ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുന്നുള്ളൂ? അത് ഞങ്ങൾക്കറിയില്ല. ഇത് ഞങ്ങളുടെ ഒരു സംശയം മാത്രമാണ്. അവൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ആ ഓക്കെ, നിങ്ങളിനി ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഈവനിങ് അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോകാം. എന്തായാലും ഇപ്പം നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലേ. നിങ്ങൾ ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ താഴേക്ക് മതി, നമുക്ക് ഒരുമിച്ച് പോകാം. ഓക്കെ? ആ ഓക്കെ ഏട്ടാ, എന്നാൽ ഈവനിങ് പോകാം. അല്ലാടി പൂച്ചക്കഞ്ഞ് സാറാമേ, ഇനി എപ്പോഴാ ഇച്ചായ്മേലെത്തുന്നത്? ഓ അതൊരു 7-8 മണിയൊക്കെ മതി, പ്രതീക്ഷിച്ചാൽ മതി രണ്ടെണ്ണത്തിന്. അങ്ങനെ സാറയും മെറിനും മൈക്കിളും ജെറിയും പിന്നെ നമ്മുടെ ഇസയും അവരെല്ലാവരോടും ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ സമയം വൈകുന്നേരം. അല്ല, ഈ സ്നേഹപ്പെണ്ണ് തോടൊപ്പമായിട്ടായിരിക്കും. അവൾ കാണുന്നില്ലല്ലോ. ഇനി എങ്ങനെ വല്ല പട്ടിയും പ്രമാണം കൊടുത്ത് ഇവിടെ നിന്ന് എങ്ങനെ നാട് വിട്ടുണ്ടാവും. എൻ്റെ ഒരു കാര്യം. എന്തായാലും നാളെ വരുമല്ലോ, അപ്പോൾ കാണാം. സാർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല വരിക, ഒന്നുമില്ല. അല്ല സാർ, വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാർ മാരീഡ് ആണോ? അതെന്താ അങ്ങനെ ചോദിച്ചാൽ? എന്തായാലും ചോദിച്ചാൽ ഞാൻ പറയാം, ഞാൻ മാരീഡ് അല്ല. അതെന്താ മരിയ അങ്ങനെ ഒരു പറച്ചില്? നിനക്കെന്താ സാറിനെ ഒരു ക്രഷ് വല്ലതും തോന്നിയോ? ഒന്ന് പോടാ അവിടുന്ന് വെറുതെ. അപ്പോ എന്തോ ഉണ്ട് അല്ലേ? നടക്കട്ടെ. അപ്പോൾ സ്റ്റുഡൻസ് മറക്കണ്ട, നാളെ തുടങ്ങി നമ്മൾ പോർഷൻസ് എടുത്ത് തുടങ്ങും. ഇന്ന് കിട്ടിയ പോലെ ബ്രേക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അപ്പോൾ അതുകൊണ്ട് നാളെ എല്ലാവരും പോർഷൻസ് പഠിക്കാനുള്ളത് പഠിച്ചിട്ട് വരണം, ഞാൻ ചോദിക്കുന്നതാണ്. ഓക്കെ സാർ. ഓ ഓക്കെ. അപ്പോൾ സ്റ്റുഡൻസ് മറക്കണ്ട നാളത്തെ കാര്യം. മീനു, ജെനി, സ്നേഹയ്ക്ക് എന്താ പറ്റിയ? അവളെ കാണുന്നില്ലല്ലോ, അവളെവിടെ പോയതാ? അതെ സാർ, അവൾക്ക് പെട്ടെന്നൊരു തലവേദന വന്നു, അപ്പോൾ അവള് നേരെ വീട്ടിലോട്ട് പോയതാ. തലവേദനയോ? അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നല്ല പേടിയുണ്ടല്ലേ. എന്തായാലും നാളെ കാണാം. എന്നാ ഓക്കെ. ഓക്കെ ജെനി, മീനു, നിങ്ങൾ പോകണം. പിന്നെ ആ രണ്ടുപേരോട് നിന്ന് പോകുന്നു. എന്താണ് മുച്ചിക്കേട്ടാ, ആ ഫോൺ എടുത്തോ? ഇല്ലെന്ന് ചോദിച്ചായ ഇത്ര നേരം ഞാൻ വിളിച്ചോണ്ടിരിക്കുക, അവള് കട്ടാക്കുന്നല്ലാണ്ട് ഫോണൊന്നും എടുക്കുന്നില്ല. അത് കുഴപ്പമില്ലടാ. എന്തായാലും നാളെ അവളെ കാണാം, നേരിട്ട് സംസാരിക്കാമല്ലോ. അങ്ങനെയെങ്കിലും മണക്കാൻ പറ്റാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചേച്ചി ഞാൻ ഇറക്കുമോ? സമയമില്ല, സ്നേഹിനെ വെയിറ്റ് നിൽക്കുന്നുണ്ടോ? എന്നാ ബൈ ബൈ. പിന്നെ ഓടാതെ. ഓ ഇവള് എന്നാ പോയിട്ട് വാ, നോക്കി പോണേ. അവളൊന്നും കേൾക്കാണ്ട് പോയല്ലേ, ഇതന്നെയല്ല ഡിസ്പ്ലേലും പരിപാടി. പോട്ടെ, നമുക്ക് എന്തൊരു ദാദമ്മനെ വിളിച്ച് പറയാം. എന്നാ നീ ഒന്ന് വിളിച്ചതാ, അല്ലെങ്കിൽ അതൊന്ന് പട്ടിണി എടുക്കും. എടാ സ്നേഹ, താനിപ്പോ ഓക്കെ അല്ലേ? തനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? യാ ഫൈൻ ഹരി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, ഈസ വന്നില്ലേ? അവള് നിന്റെ കൂടെ അല്ലേ വരാറ്? ഇന്നെന്താ അവള് വൈകിയോ? അവളെന്നെ വിളിച്ചിരുന്നു, കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. നിങ്ങളാരും പേടിക്കണ്ട, ആ കുരിപ്പ് വരും. എന്നെ സാറേച്ച് വിളിച്ചിരുന്നു, അവളൊന്നും കഴിക്കാൻ നടന്നു പോണേ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ദേ ആള് വന്നല്ലോ. ഇന്നെന്താ ഒരു പ്രത്യേക ലുക്കാണല്ലോ അവളെ കാണാൻ. വാവ് ഇസ, ഈ ഡ്രസ്സിൽ കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ടല്ലോ. ശരിയാണോ? എന്നെ കാണാനൊക്കെ ഉണ്ടോ? എനിക്കെന്ത് തന്നെയായിരുന്നു. എന്തുവാടാ ഈ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? അവളെ നോക്കി വെള്ളം ഉറക്കൊണ്ട് എന്തെങ്കിലും അവളുടെ അടുത്ത് ചോദിക്കടാ. ഒന്ന് പോടാ വെറുതെ. ഇസ, ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്. പിന്നെ ഇതാ നിനക്ക് കൂടുതലും ചേരുന്നത്. ആണോ? എന്നാ ഇത് തന്നെ കൂടെ തുടരാല്ലേ? അല്ല സ്നേഹ, നിനക്കെന്ത് പറ്റി? നിന്റെ ഫേസ് എന്താ ഡള്ളായിട്ടിരിക്കുന്നേ? എന്താടാ ഓക്കെ? എൻ്റെ പൊന്നീസ, ഇതിപ്പോൾ ഞങ്ങൾ ഇന്നലെ മുതൽ അവളോട് ചോദിപ്പിക്കുന്ന, അതിന് ഇന്നേ വരെ അവളും ഈ നേരം വരെ അവളും
ഉത്തരം തന്നിട്ടില്ല. ഞങ്ങൾ ചോദിച്ച് ഞങ്ങൾക്ക് തന്നെ ഭ്രാന്ത് പിടിച്ച്. ഇന്നലെ ആണെങ്കിൽ ഒരു പുതിയ സാറ് വന്നു. ആ സാറിനെ കണ്ടപ്പോഴും ആ സാറിൻ്റെ ക്യാബിൽ പോയി കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഇവൾക്ക് ഈ പ്രശ്നം. നീയെങ്കിലും ചോദിക്കേ അവൾക്ക് എന്താ പറ്റിയെന്ന്. അതെന്താ സ്നേഹ, എന്താ സാറ് വല്ലതും നിന്നോട് മോശമായി പെരുമാറിയോ? അതുകൊണ്ടാണോടാ മുഖം വല്ലാതിരിക്കുന്നത്? ഇസ, അത് നീ എൻ്റെ കൂടെ വാ, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് സ്നേഹമോളെ, എന്നെയും കൂടെയും കൂട്ടോ നിങ്ങളുടെ കൂടെ?